നമസ്കാരം. പരിസര പഠനം, പ്രവൃത്തി പരിചയം എന്നീ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫീൽഡ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ട് 18-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു. എക്സാം കഴിഞ്ഞ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. 3 ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് കോഴിക്കോട് പ്ലാനറ്റോറിയം, രണ്ടാമതായിട്ട് കേരള സൂപ്പ് ഫാക്ടറി, മൂന്നാമതായിട്ട് ബീച്ച്. ഇങ്ങനെ 3 ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ 24/1/2025 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പാലത്തൂർപടിയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. 8 മണിക്ക് ആരംഭിച്ച യാത്ര ഏകദേശം 9:50 നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള പ്ലാനറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. ഇതിന് 2 കൺവീനിയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷഹനാസും തസ്ലീമും ആയിരുന്നു ഇതിൻ്റെ 2 കൺവീനിയേഴ്സ്. കൂടാതെ 4 കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു. ഒന്നാമതായിട്ട് ഫസ്റ്റ് എയ്ഡ്, ഡിസിപ്ലിൻ കമ്മിറ്റി, എൻ്റർടൈൻമെൻറ്റ് കമ്മിറ്റി ആൻഡ് ഫുഡ് കമ്മിറ്റി, ഇങ്ങനെ 4 കമ്മിറ്റികളായിരുന്നു രൂപീകരിച്ചത്. അങ്ങനെ പ്ലാനറ്റോറിയത്തിലെത്തി ആദ്യമായിട്ട് ഞങ്ങൾ ചായയും സ്നാക്സും കഴിച്ചു. ശേഷം നേരെ പ്ലാനറ്റോറിയം പാർക്കിലേക്കാണ് പോയത്. അവിടെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള എക്സ്പെരിമെൻസും കൂടാതെ വന്യജീവികളുടെയും അതുപോലെ വിവിധ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ പ്രതിമകൾ അവിടെ കാണാൻ കഴിഞ്ഞു. ശേഷം പ്ലാനറ്റോറിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് നേരെ പോയത് ഫൺ ഇൻ സയൻസ് എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള എക്സ്പെരിമെൻസ് ഉള്ള ഒരു ഇതിലേക്കായിരുന്നു. ഇവിടെ എന്താണ് നിറമുള്ള നീയൽ, അതുപോലെ ആണിത്തിരിശില തുടങ്ങിയ വിവിധ തരത്തിലുള്ള എക്സ്പെരിമെൻസ് കാണാൻ കഴിഞ്ഞു. ശേഷം പോയത് മിറർ മാജിക് എന്നുള്ള ഒരു ഇതിലേക്കായിരുന്നു. അവിടെ പോയപ്പോൾ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള മിററുകൾ വ്യത്യസ്ത വലുപ്പത്തിലും നിറത്തിലും വീതിയിലും നീളത്തിലൊക്കെയുള്ള മിററുകൾ അവിടെ കാണാൻ കഴിഞ്ഞു. ഏകദേശം ഒരു 10:55 അവിടെ നിന്നും പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങൾ നേരെ പോയത് ഒരു 3D ഷോക്കായിരുന്നു. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഷോ ഏകദേശം 11:15 വരെ